നമസ്കാരം, എൻ്റെ പേര് അനന്യ. ഞാൻ ഗവൺമെൻറ് ഗേൾസ് HSS കരമന സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയും സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുമാണ്. ഇന്ന് നമ്മോടൊപ്പം ഈ കഴിഞ്ഞ IPS ട്രെയിനിങ്ങിൽ ഓൾറൗണ്ടറായ ശ്രീ അച്യുത് അശോക് അവർകളാണ്. അദ്ദേഹം നമ്മളോട് ഇന്ന് ഡിസിപ്ലിൻ ആൻഡ് ട്രെയിനിങ് എന്ന വിഷയത്തെപ്പറ്റി സംസാരിക്കുന്നു. സർ, ഒരു മികച്ച IPS ഓഫീസറായി മാറാൻ ഏറ്റവും പ്രധാനപ്പെട്ട പരിശീലന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് അങ്ങ് വിശ്വസിക്കുന്നത്? IPS എന്നല്ല, നമ്മൾ എന്തൊരു പ്രൊഫഷണൽ ഇത് കണ്ടു കഴിഞ്ഞാലും അതിനകത്തൊരു ഡൊമെയിൻ കോമ്പിറ്റൻസി എന്നുള്ളതാണ് ഒരു പ്രൊഫഷന് നമുക്ക് എന്തായാലും വേണ്ടത്. അപ്പോൾ IPSനെ സ്പെസിഫിക്കായിട്ട് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് നമ്മുടെ ഒരു ലീഗൽ മാറ്റേഴ്സും പ്രൊസീജിയേഴ്സും അതിനെപ്പറ്റിയൊക്കെ നല്ല ധാരണ ഉണ്ടാവണം എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഇപ്പോൾ IPSൻ്റെ സ്പെസിഫിക്കലായിട്ട് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ ഈ സൂപ്പർവൈസറി റോൾസിനകത്തേക്ക് നേരെ ഡയറക്റ്റായിട്ട് പാരച്യൂട്ട് ചെയ്തിട്ട് ഇറങ്ങുന്ന പോലത്തെ ഒരു സിസ്റ്റമാണ്. നമ്മുടെ താഴെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഇൻസ്പെക്ടേഴ്സ് തൊട്ട് കോൺസ്റ്റബിൾസ് വരെയുള്ളവരെല്ലാവരും കുറേ കൂടെ എക്സ്പീരിയൻസ്ഡും ഫീൽഡിലെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളവരാണ്. പക്ഷെ അവരെ നമ്മൾ സൂപ്പർവൈസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളായിട്ട് എന്താണ് കൊണ്ടുവരാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പുതിയതായിട്ടുള്ള ലീഗൽ നോളജും ഈ ഇൻവെസ്റ്റിഗേഷനാണെങ്കിലും എന്തിനാണെങ്കിലും പുതിയതായിട്ടുള്ള ടെക്നിക്സും സ്കിൽസും അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരു കോമ്പിറ്റൻസി നമുക്കുണ്ടെങ്കിൽ മാത്രമാണ് ഒരു സൂപ്പർവിഷനോ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻസൊക്കെ നമുക്ക് നൽകാൻ സാധിക്കുള്ളൂ. അത് തന്നെയാണ് മേജർ ഒരു ഘടകം എന്ന് വിചാരിക്കുന്നത്. പിന്നെ ഈ ഒരു കോമ്പിറ്റൻസി നേടുന്നതിനകത്ത് ട്രെയിനിങ്ങിനകത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗം നമ്മൾ മെയിനായിട്ട് ചർച്ച ചെയ്യുന്ന ഡിസിപ്ലിൻ എന്നുള്ളത് കാര്യം തന്നെ. സർ, നാഷണൽ പോലീസ് അക്കാഡമിയിലെ അങ്ങയുടെ ട്രെയിനിങ്, ലീഡർഷിപ്പ്, ഫീൽഡ് വർക്ക് എന്നിവയിലേക്ക് അങ്ങ് രൂപീകരിച്ചത് എങ്ങനെയാണ്? നമ്മുടെ പോലീസ് അക്കാഡമിയിലെ ട്രെയിനിങ്ങിൻ്റെ ഒരു സിസ്റ്റം തന്നെ ഒരു 3 phase ആയിട്ടാണ് നടക്കുന്നത്. Phase 1 നമ്മൾ അക്കാഡമിയിൽ ലോസും കാര്യങ്ങളും, ടെക്നിക്സ്, ഫോറൻസിക്സ്, കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, അതിനകത്തെ സൈബറായിട്ടുള്ള കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളുടെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള ടെക്നിക്സും കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ടാവും. അതിനുശേഷം ഒരു 7 months നമ്മുടെ റെസ്പെക്റ്റീവ് കാഡേഴ്സിനകത്തുള്ള ഫീൽഡ് ട്രെയിനിങ്. അവിടെ നമ്മൾ ശരിക്കും ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ശരിക്കുള്ള ഫീൽഡിലുള്ള അവസ്ഥ എന്താണ്, അതൊക്കെ കണ്ട് മനസ്സിലാക്കി അതിനകത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യാനും ഒരു ഗീവ് ആൻഡ് ടേക്ക്. ഇവിടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ അവരെന്താണ് ചെയ്യുന്നത് ഫീൽഡിൽ, നമുക്കെന്താണ് അത് മാറ്റാൻ സാധിക്കുക, എന്താണ് ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ വരുത്താൻ സാധിക്കുക, നമുക്കതിൽ നിന്ന് കൂടുതൽ നമ്മൾ പഠിച്ചതിൽ നിന്നൊരു രണ്ടും തമ്മിലൊന്ന് ക്ലബ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിഫൈഡ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടുക. അതിനുശേഷം Phase 2 തിരിച്ച് നമ്മൾ അക്കാഡമിയിൽ ചെന്നതിന് ശേഷം ഇതിൻ്റെയൊക്കെ ഒരു അവലോകനം. ഇത് നമ്മളിപ്പോൾ ചെല്ലുമ്പോഴത്തേക്ക് ഞങ്ങളുടെ കേരള കേഡറിൻ്റെ മാത്രം പഠിച്ചിട്ടായിരിക്കും ചെല്ലുന്നത്. പക്ഷേ ബാക്കിയുള്ള കേഡറിലും അവരുടെ ഒരു ഫീൽഡ് എക്സ്പീരിയൻസ് എല്ലാം വെച്ചിട്ട് ഒരു കോമൺ ആയിട്ട് പോലീസിങ് ആസ് എ പ്രൊഫഷൻ എന്നുള്ളതിനെ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളതാണ് ഒരു Phase 2 ഒരു 2 months നമ്മൾ ഇത് ചെയ്യുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ Phase 1 2 ഒക്കെ തന്നെ ധാരാളം ഫീൽഡ് വിസിറ്റ്സും പല പല അക്കാഡമീസിനകത്ത്, ഇപ്പോൾ സെൻട്രൽ പോലീസ് ഓർഗനൈസേഷൻസിനാണെങ്കിലും അല്ലെങ്കിൽ കുറച്ച് ടെക്നിക്കലായിട്ട് വരുമ്പോഴത്തേക്ക് ഈ IIM അഹമ്മദാബാദ് അല്ലെങ്കിൽ നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി, അങ്ങനെ ടെക്നിക്കലായിട്ടുള്ള നോളജിന് വേണ്ടിയിട്ട് പല പല അറ്റാച്ച്മെൻറ്റ്സിനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഒരു ഹോളിസ്റ്റിക്കായിട്ട് എല്ലാത്തിനെയും പറ്റി ഒരു എക്സ്പോഷർ നൽകുക എന്നുള്ളതാണ് ട്രെയിനിങ്ങിനകത്ത്. ഇതിനകത്ത് ഫൈനൽ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഇപ്പോൾ നമ്മൾ ഫീൽഡിലെത്തുന്നതിന് ശേഷം തുടങ്ങണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ബേസ് വർക്ക് ശരിക്കും അക്കാഡമിയിലെ ട്രെയിനിങ് സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് പറയാം. ശാരീരിക ഫിറ്റ്നസ്, തന്ത്രപരമായ തയ്യാറെടുപ്പ്, മാനസിക പ്രതിരോധ ശേഷി എന്നിവയെല്ലാം അങ്ങ് എങ്ങനെയാണ് ദിവസേന ഒരു കുടക്കീഴിലാക്കിയിരുന്നത്? അതായത് നമ്മൾ കുറേ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് കുറേ ഉണ്ടെന്നുള്ള ഒരു ഇത് കിട്ടും. പക്ഷേ ഫൈനലി നമ്മൾ ഓരോന്നും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാക്കി ഇൻഡിവിജ്വലായിട്ട് ഓരോ കാര്യങ്ങൾ മാത്രമേ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസ്സും പ്ലാനിങ്ങും എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് നമ്മൾ ചെയ്യുന്നതല്ല. അതെല്ലാം എൻ്റെ ബേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാനിങ് ആയിട്ട് പറയാം. ഇപ്പോൾ സ്ട്രാറ്റജിക് പ്ലാനിങ് പറഞ്ഞു, അതൊരു ബേസായിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മളെങ്ങനെ ഫിസിക്കൽ ഫിറ്റ്നസ് എങ്ങനെ നമ്മുടെ ഒരു ഡെയിലി റുട്ടീനകത്തേക്ക് സെറ്റ് ചെയ്യണം, ഏത് സമയം, എത്ര നേരം, എന്ത് തരം, അതിൻ്റെ കൂടെ തന്നെ ഈ ടെക്നിക്കലായിട്ടുള്ള നോളജും അതെല്ലാം പഠിക്കാനായിട്ട് അതെല്ലാം ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ട്രെയിനിങ്ങിൻ്റെ മെയിൻ ഒരു ഉദ്ദേശം തന്നെ. ആ ഒരു റുട്ടീനും ആ ഒരു ഡിസിപ്ലിനും വരുത്തുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിനെ മൂന്നിനെയും കമ്പൈൻ ചെയ്യാൻ വേണം അറ്റ് ദ സെയിം ടൈം. പക്ഷേ മൂന്നിനെയും നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അതാത് കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ എല്ലാം കൂടെ ഇന്ന് ഇതെല്ലാം ചെയ്യണം എന്ന് വിചാരിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു സമയം പ്ലാൻ ചെയ്ത് മാറ്റി വെച്ചിരിക്കുകയാണെങ്കിൽ ആ സമയം വേറൊന്നും നമ്മൾ ഫോക്കസ്ഡ് ആവുന്നില്ല, ആ ഒരു കാര്യത്തിനകത്ത് മാത്രമായിരിക്കും. അങ്ങനെ നമുക്ക് ചെയ്യേണ്ട ഒരു ഓവറോളായിട്ടുള്ള കുറേ ടാസ്കുകളിനകത്തെ മൈക്രോ ടാസ്കുകളാക്കി മാറ്റി അതിനെ ഇൻഡിവിജ്വലി നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ട്രെയിനിങ്ങിൽ നമ്മൾ പഠിക്കുന്നത്. ആയുധങ്ങൾ കൈകാര്യം ചെയ്യൽ, ജനക്കൂട്ട നിയന്ത്രണം, സൈബർ ക്രൈം തുടങ്ങിയ പരിശീലന മോഡ്യൂളുകളിൽ അങ്ങ് ഏറ്റവും സ്വാധീനമായത് ഏതാണ്? അങ്ങനെ പറയുകയാണെങ്കിൽ സൈബർ ക്രൈമിൻ്റെ തന്നെയാണ് ശരിക്കും എടുത്ത് പറയേണ്ടത്. കാരണം ഇപ്പോൾ
പർട്ടിക്കുലർലി സൈബർ ക്രൈം എന്നുള്ളതിനെക്കാട്ടിലും ഇപ്പോൾ ഏതൊരു ഇൻവെസ്റ്റിഗേഷനും നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസിനകത്ത് പല കാര്യങ്ങൾ, ഇപ്പോൾ CDR, IPDR അങ്ങനെ പല പല ടെക്നോളജീസ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ സ്പെസിഫിക്കലി സൈബർ ക്രൈം ആകുമ്പോൾ കുറച്ചും കൂടെ ടെക്നിക്കലായിട്ടുള്ള മാറ്റേഴ്സും വരും. പക്ഷേ ഏതൊരു ഇൻവെസ്റ്റിഗേഷനിൽ ഇപ്പോൾ ഒരു ആളെ അറസ്റ്റ് ചെയ്യാനാണെങ്കിലും ആളെ കണ്ടുപിടിക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും ഇപ്പോൾ ബേസിക്കലി എല്ലാ സ്റ്റേഷൻസിലും ഏത് ലെവൽ വരെയും നമ്മളത് ഉപയോഗിക്കുന്നത് തന്നെയാണ്. സോ അതിനകത്ത് ഉള്ളൊരു പുതിയതായിട്ടുള്ള ടെക്നോളജീസും ഫ്രീ ആയിട്ടുള്ള ഓപ്പൺ സോഴ്സിനകത്ത് അതിൽ നിന്ന് നമുക്ക് കിട്ടാൻ പറ്റുന്ന ഇൻ്റലിജൻസ്, OSINT എന്ന് പറയും, അങ്ങനത്തെ കാര്യങ്ങളിനെ പറ്റിയുള്ള ഒരു അവയർനെസ് ഒക്കെ ശരിക്കും ട്രെയിനിങ്ങിൻ്റെ സമയത്ത് വളരെ ഐ ഓപ്പണിംഗ് ആയിട്ടുള്ളതായിരുന്നു. അത് ഫീൽഡിൽ ചെല്ലുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്കറിയാം. കാരണം കുറേ നാളിപ്പോൾ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് പെട്ടെന്നത് അവർക്കറിയുന്ന കാര്യങ്ങളായിരിക്കില്ല. നമ്മളിപ്പോൾ ചെറിയ കാര്യങ്ങളായിരിക്കും, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളായിരിക്കും, പക്ഷേ നമ്മൾ സജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ വർക്കും കൂടെ എളുപ്പമാക്കുന്ന രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസുകളൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ സൈബർ ഫീൽഡിനകത്തുള്ള നോട്ട് ഈവൻ സ്പെസിഫിക്കലി സൈബർ ക്രൈംസ്, പക്ഷേ സൈബർ ഫീൽഡിനകത്തുള്ള ഒരു എക്സ്പോഷറാണ് ശരിക്കും ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളത്. സർ, ഉയർന്ന സമ്മർദ്ദമുള്ള സാഹചര്യം കൈകാര്യം ചെയ്യുന്നതിൽ പരിശീലനം അങ്ങേ എങ്ങനെ സഹായിച്ചു എന്നതിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് വേണ്ടി പറയാം. എന്തോ ഭാഗ്യം കൊണ്ട് ഭയങ്കര ഉയർന്ന സമ്മർദ്ദമൊന്നും ഫീൽഡ് സമയത്ത് ഉണ്ടായിട്ടില്ല. പക്ഷേ ശരിക്കും നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ ഒരു ഉദ്ദേശം, അല്ലെങ്കിൽ ഫിസിക്കൽ ട്രെയിനിങ്ങും പല പല എക്സ്പോഷർ അറ്റാച്ച്മെൻറ്റ്സിൻ്റെയൊക്കെ ഉദ്ദേശം തന്നെ നമ്മളെ ഒരു കംഫർട്ട് സോണിൻ്റെ പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ട്രെയിനിങ്ങിൻ്റെ തന്നെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഈ ആന്ധ്രാപ്രദേശിലെ ഗ്രേ ഹൗൺസ് പറഞ്ഞിട്ടൊരു സ്പെഷ്യൽ ടീമുണ്ട്. ഈ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം അതിനെതിരേതായിട്ടുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ടീമാണ്. അപ്പോൾ ഈ ഗ്രേ ഹൗൺസിൻ്റെ കൂടെ ഒരു 1 വീക്ക് നമുക്ക് ട്രെയിനിങ് അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അത് അവിടെ ഒരു നല്ല ഫോറസ്റ്റ് എന്നുള്ളൊരു ഫോറസ്റ്റ് റേഞ്ചിൻ്റെ ഉള്ളിൽ 1 വീക്ക് ഇവരുടെ ഈ ടീമിൻ്റെ കൂടെ നമ്മൾ ഫോറസ്റ്റിൽ സ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വളരെ ബേസിക്കായിട്ട് നമുക്ക് വേറെ ഫോണും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഇപ്പോൾ ശീലിച്ച് വന്നിരിക്കുന്ന ഒരു നോർമൽ ലൈഫിൽ നിന്ന് ടോട്ടലി മാറി ഒരു ആക്റ്റീവ് ഓപ്പറേഷൻ എന്ന് പറയാൻ പറ്റില്ല, കാരണം അങ്ങനത്തെ ത്രെട്ടുള്ള ഏരിയ ഒന്നുമല്ല, പക്ഷേ അങ്ങനത്തെ ഒരു സിമുലേറ്റഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ നമ്മളവിടെ ചെല്ലുന്ന. അപ്പോൾ ആ സമയത്ത് ശരിക്കും സിമുലേറ്റർ അല്ലാത്ത നാച്ചുറലായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരും. ഇപ്പോൾ അസുഖങ്ങളാണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ പോയ സമയത്ത് ഭയങ്കര നല്ല മഴയായിരുന്നു. അപ്പം അത്രയും മഴയൊക്കെ വെച്ചിട്ട് നമുക്കാണെങ്കിൽ ബാഗും കാര്യങ്ങളിനകത്ത് വേറെ മാറ്റാനായിട്ടുള്ള ഡ്രസ്സുകളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കരുതാനായിട്ടുള്ളൊന്നുമില്ല. മിനിമം സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടാണ് പോവുക. അപ്പോൾ രാത്രി ചിലവർക്കൊക്കെ ഭയങ്കരമായിട്ട് പനി വന്നു, ന്യൂമോണിയ ആവും, അങ്ങനത്തെ രീതിയിലൊക്കെ ഇത്. അപ്പോൾ അങ്ങനത്തെ ഒരു അറിയാതെയോ അങ്ങനത്തെ ഒരു സിമുലേറ്റഡ് ആയിട്ടുള്ള ഒരു ടഫ് എൻവയോൺമെൻറ്റിലേക്ക് നമ്മൾ പല സമയത്ത്, ഇതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞാണ്, അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസൊക്കെ കഴിഞ്ഞ് നമ്മൾ വരുമ്പോഴത്തേക്ക് പിന്നെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും ഓക്കെ കുഴപ്പമില്ല, നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, കുഴപ്പമില്ല, അതും കഴിഞ്ഞിട്ട് പോകാൻ പറ്റും എന്നുള്ള ഒരു ഇതുണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ അക്കാഡമിയിൽ പറയുന്നത് തന്നെ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളതിനകത്ത് ഒറ്റയ്ക്കാണ് എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ഓവർവെൽഡ് ആവുന്ന എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ആ നിമിഷം തന്നെ ഇപ്പോൾ ഒരു തീരുമാനം എടുത്ത് ഇത് ചെയ്യണം എന്നുള്ളൊരവസ്ഥയ്ക്ക് വരണ്ട. നമ്മുടെ സീനിയേഴ്സ് ഉണ്ടാവും. അതിപ്പോൾ ഡയറക്റ്റ്ലി ഹെയറാർക്കിയുള്ള സീനിയേഴ്സ് ആവാം, അല്ലെങ്കിൽ ഇപ്പോൾ അക്കാഡമിയിൽ നമ്മുടെ ഫാക്കൽറ്റി അങ്ങനത്തെ രീതിയിലാവാം, അല്ലെങ്കിൽ നമ്മുടെ കാഡറിൽ നമുക്കറിയാവുന്ന സീനിയേഴ്സ് ആവാം, ആരാണെങ്കിലും അവരെ പലരുടെ ഒപ്പീനിയൻസ് എടുത്തിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം. അപ്പോൾ ആ ഒരു സമ്മർദ്ദത്തിൽ വഴങ്ങി നമ്മൾ പെട്ടെന്ന് ഒരു ഇമ്പൾസീവായിട്ട് ഒരു ഡിസിഷൻ എടുക്കരുത്. നമ്മൾ കുറച്ച് ചിന്തിക്കാനായിട്ടുള്ളൊരു ഗ്യാപ്പ് ഉണ്ട് എന്നുള്ള ഒരു അറിവാണ് ശരിക്കും ആ ട്രെയിനിങ്ങിൽ കിട്ടുന്നത്. സർ, അച്ചടക്കം എന്നത് ജന്മസിദ്ധമാണോ, അല്ലെങ്കിൽ അനുഭവത്തിലൂടെയും മെൻറ്റർഷിപ്പിലൂടെയും രൂപപ്പെടുന്ന ഒന്നാണോ? അങ്ങയുടെ അഭിപ്രായം നമുക്ക് വേണ്ടി ഒന്ന് പറയാമോ? അച്ചടക്കം, ഡിസിപ്ലിൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒരു ബിഹേവിയറൽ ട്രേറ്റാണ്, ഒരു ആറ്റിറ്റ്യൂഡാണ്. സോ അതൊരിക്കലും ഒരു ബോൺ ട്രേറ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ബിഹേവിയർ ലൈക്ക് എനി അതർ ബിഹേവിയർ, അച്ചടക്കം എന്ന് പറയുന്നത് നമ്മുടെ ഒരു സോഷ്യൽ സർക്കംസ്റ്റാൻസും വളർന്നു വരുന്ന ഒരു സാഹചര്യവും നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം കൂടെ വെച്ചിട്ട് ഷേപ്പായി വരുന്ന ഒരു കാര്യമാണ് ഡിസിപ്ലിൻ. അതിപ്പോൾ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് അത് ഒരു സ്പെസിഫിക് ഫോക്കസ് ചെയ്തിട്ട് ഇന്ന രീതിയിൽ അതിപ്പോൾ ഒരു ഫോഴ്സ് ആകുമ്പോഴത്തേക്ക് അതിൻ്റേതായിട്ടുള്ള ഡിസിപ്ലിൻ എന്നുള്ളതുണ്ടാവും. പക്ഷെ അതല്ലാണ്ട് തന്നെ ജനറൽ ഫോർ എ പബ്ലിക് ആണെങ്കിലും ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു അക്വയർഡ് ആയിട്ടുള്ളൊരു കാര്യം തന്നെ, അല്ലാതെ ഇൻബിൽറ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല. അത് പോലീസ് എന്നല്ല, ഏതൊരു ഫീൽഡിലാണെങ്കിലും, വെറുതെ ഫീൽഡെന്ന് തന്നെയല്ല, എല്ലാ മനുഷ്യന്മാർക്കും പല അളവിൽ ഉണ്ടാകുന്ന കാര്യം തന്നെ. അത് അവരുടെ ഒരു ജീവിത സാഹചര്യങ്ങളും അവരുടെ അനുഭവങ്ങളും എല്ലാം കൂടെ വെച്ചിട്ട് ആവശ്യമായിട്ട് വരുന്നതും എല്ലാം വെച്ചിട്ട് അവർ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ട്രേറ്റ് തന്നെയാണ്. സർ, IPS ഓഫീസറായി മാറാൻ ആഗ്രഹിക്കുന്ന ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് അങ്ങ് നൽകുന്ന ഉപദേശം എന്താണ്? ഉപദേശം മെയിനായിട്ട് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ടോക്ക് സീരീസിനകത്ത് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഡിസിപ്ലിൻ കാര്യം തന്നെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം
ഡിസിപ്ലിൻ എന്നുള്ളത് രണ്ട് രീതിയിൽ നമുക്ക് കാണാം. അതായത് ഈ എക്സ്റ്റേണലി എൻഫോഴ്സ് ചെയ്യുന്ന ഡിസിപ്ലിൻ ഉണ്ട്, അച്ചടക്ക നടപടി എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന പോലെ എൻഫോഴ്സ് ചെയ്ത് പണിഷ് ചെയ്ത് കാര്യങ്ങളൊക്കെ റൈറ്റ് ചെയ്ത് പോകുക എന്നുള്ളതും കൂടെ ഉണ്ട്. അതല്ലാണ്ട് എൻ്റെ മറ്റേ വശം എന്ന് പറഞ്ഞാൽ ഒരു സെൽഫ് ഡിസിപ്ലിൻ എന്നുള്ളത്. ആ ഒരു സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് ഫോക്കസാണ് ശരിക്കും ഇതിനകത്തേക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു ഫീൽഡ് എങ്ങനെയാണെങ്കിലും സിവിൽ സർവീസ് IPS എന്നല്ല എന്ത് ഒരു ഫീൽഡിനകത്തേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിലും ആ ഒരു ഡിസിപ്ലിനോടുകൂടെയുള്ള ഒരു ലൈഫ്, ഡിസിപ്ലിനോടുകൂടിയുള്ള ഒരു പഠിത്തം, അതിപ്പോൾ ഡെയിലി ഇപ്പോൾ പത്രം വായിക്കുന്നതിലാവാം, ഡെയിലി കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്ത് മൈൻഡൊക്കെ ഒന്ന് കാമാക്കി അങ്ങനെ പഠിക്കുന്ന കാര്യങ്ങളാവാം. അതൊരു കൺസിസ്റ്റൻറ്റ് ഒരു റൊട്ടീനാക്കി ആ ഒരു ഡിസിപ്ലിൻ എന്നുള്ളത് നമ്മുടെ ഒരു വേ ഓഫ് ലൈഫിനകത്തേക്ക് തന്നെ ഇൻബിൽറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കാണ് ഏത് മേഖലയിലാണെങ്കിലും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അതിനകത്ത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റുക. സോ IPS ഓഫീസർ ആവാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിലും എല്ലാവരും ആണെങ്കിലും ഒരു ഡിസിപ്ലിനോടെയുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഡിസിപ്ലിനോടുകൂടിയുള്ള ഒരു പഠനവും കളിയും എല്ലാ കാര്യങ്ങളും തന്നെയാണ് എനിക്ക് നൽകാനായിട്ടുള്ളത്. നല്ലൊരു പൗരനെ വാർത്തെടുക്കുന്നതിൽ ഡിസിപ്ലിൻ ആൻഡ് ട്രെയിനിങ് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഇന്ന് നമുക്ക് വേണ്ടി അതിനെപ്പറ്റി സംസാരിച്ച് ശ്രീ അച്യുത് അശോക് സാറിന് എൻ്റെ പേരിലും SPCയിലെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു സർ. ഇൻഫർമേഷൻ ആൻഡ് സീരീസിലെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുന്നു. നന്ദി, നമസ്കാരം.